ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒന്ന് കാണാൻ യാത്രാമൊഴി ചൊല്ലാൻ ലാഫിംഗ് വില്ലയിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വസതിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇപ്പോഴും വലിയ ജനാവലി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ കൂടി. പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ജനാവലി തന്നെയാണ് സലീംകുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനെല്ലാമായി പറവൂർ ടൗൺ ഹാളിലെ മുപ്പന്തിനെ ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന അദ്ദേഹത്തിന്റെ പറവൂരിലുള്ള വീട് ലാഫിംഗ് വില്ലയിലുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട ക്യൂ, പറവൂർ ജംഗ്ഷനിൽ നീണ്ട ക്യൂ ആയിരുന്നു കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും ആ ഒരു ഘട്ടത്തിലാണ്. അത്രയധികം തിരക്കാണ് ആ സമയപരിധിക്കുള്ളിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടു മടങ്ങാൻ കാത്തിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരങ്ങളെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭൗതിക ശരീരം എത്തിച്ചപ്പോഴും അവിടെയും വലിയ തിരക്കാണ്. കാരണം ഈ ഒരു നാട്ടുകാർക്കും ചുറ്റുവട്ടത്തുള്ളവർക്കും മാത്രമല്ല ഈ ഒരു പ്രദേശത്തിനാകെ ആരായിരുന്നു സലീംകുമാർ എന്ന് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് ആ ഒരു നീണ്ട തിരക്കും ഇത്രയധികം ആളുകളും എല്ലാം തന്നെ, സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെയാണ്. അവർക്കെല്ലാം അത്രയധികം പ്രിയപ്പെട്ട ഒരാൾ, അവരുടെ ഏറ്റവും സ്വന്തക്കാരനായ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയോടുകൂടിയാണ് അവരെല്ലാം അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് എന്ത് പ്രശ്നം നടന്നാലും ഏത് വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. തന്റെ രാഷ്ട്രീയം തുറന്നു പറയാനോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ ബോധ്യങ്ങൾ തുറന്നു പറയാനോ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലാത്ത സലീംകുമാർ ഈ വീട്ടിലേക്ക് എത്തുന്ന എല്ലാവർക്കും അദ്ദേഹത്താൽ കഴിയുന്ന സഹായങ്ങൾ നൽകി പോന്നിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം അത്രയധികം പ്രിയപ്പെട്ടവനായിരുന്നു അവരുടെ സലീംകുമാർ എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ആ വലിയ തിരക്ക് എന്ന് പറയുന്നത്. 3:30-ക്കാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ ലാഫിംഗ് വില്ലയിൽ വെച്ചിരുന്നത്. നേരത്തെ KP പറഞ്ഞതുപോലെ തന്നെ മറ്റ് ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ ഒഴിവാക്കിയിരുന്നു. ജീവിതത്തിൽ തന്നെ വ്യത്യസ്തനായ സലീംകുമാർ അദ്ദേഹം മരണാനന്തരവും ആ ഒരു വ്യത്യസ്തത അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലും കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ചു. എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ അദ്ദേഹത്തിന് നൽകും. കാരണം ദേശീയ ചലച്ചിത്ര അവാർഡും ഒപ്പം തന്നെ സംസ്ഥാന അവാർഡും അടക്കം ബഹുമതികൾ ഓരോന്നായി മലയാള മണ്ണിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ സലീംകുമാർ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് അതെങ്കിലും നൽകണമെന്നത് അത് സമൂഹത്തിന്റെ, സാംസ്കാരിക കേരളത്തിന്റെ ഒരു കടപ്പാടാണ് അദ്ദേഹത്തോടുള്ള. സലീംകുമാർ എന്ന വ്യക്തിയോട്, സലീംകുമാർ എന്ന മനുഷ്യനോട്, സലീംകുമാർ എന്ന നടനോട് എല്ലാമുള്ള ആ ഒരു പ്രതിബദ്ധത ബോധ്യമാക്കുക, നിറവേറ്റുക എന്നത് തന്നെയാണ് നാട് അദ്ദേഹത്തിന് നൽകുന്ന. അപ്പം ജിജേഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ആയിരങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ, പ്രിയപ്പെട്ട അഭിനേതാവിനെ കാണാൻ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്ത ആ ഒരു അഭിനയ പ്രതിഭയ്ക്ക് യാത്രാമൊഴി ചൊല്ലാൻ വേണ്ടി അനവധി പേരാണ് അന്യ ജില്ലകളിലടക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഇന്നലെ രാത്രി തന്നെ ട്രെയിൻ കയറിയവർ വരെ ഉണ്ട്. കൊച്ചിയിലേക്ക് എത്തി പരവൂരിലേക്ക് വന്ന് അദ്ദേഹത്തെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ വന്ന് എത്തിയവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും കാണാനുള്ള അവസരം സ്വാഭാവികമായും ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 3:30 നിശ്ചയിച്ചിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകാനുള്ളൊരു സാധ്യതയുമുണ്ടോ? KP അത് തന്നെയാണ്. കാരണം ഇനിയുള്ള അരമണിക്കൂറിനുള്ളിൽ മുഴുവൻ ആളുകൾക്കും ഇവിടെ തടിച്ചുകൂടിയ ആപാലവൃന്ദം ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് യാത്രയയക്കാനാകുമോ എന്നത് തന്നെയാണ് സംശയം. ഒരുപക്ഷെ നേരത്തെ ടൗൺ ഹാളിൽ 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന പൊതുദർശന സമയം പിന്നീട് നീട്ടിയതുപോലെ ഇവിടെ വീട്ടിലും ലാഫിംഗ് വില്ലയിലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആ ഒരു സമയം നീട്ടി നൽകേണ്ടി വരുന്ന അത്രയും ജനങ്ങൾ, അത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഒരിക്കൽ കൂടി, കാരണം ഇനി അദ്ദേഹത്തെ കാണുക അസാധ്യമാണ് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. സലീംകുമാർ എന്ന അവരുടെ പ്രിയപ്പെട്ട നടൻ മാത്രമല്ല, എല്ലാ തലത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച സലീംകുമാർ ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യം ജനത ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. കാരണം എത്രയോ സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല തനിക്ക് വഴങ്ങുക, ഗൗരവമുള്ള കഥാപാത്രങ്ങളും കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും എല്ലാം ഒരുപോലെ വഴങ്ങുന്ന കഥാപാത്രങ്ങൾ എല്ലാത്തിലും താൻ അതിന് തയ്യാറാണ്, അല്ലെങ്കിൽ അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ തനിക്ക് കഴിയും
എന്ന് തെളിയിച്ച നടന്മാരിൽ ഒരാൾ കൂടിയാണ് നമുക്ക് വിട ചൊല്ലുന്നത്, അല്ലെങ്കിൽ നമ്മോട് വിട പറഞ്ഞു പോകുന്നത്. എങ്ങനെയായിരുന്നോ മലയാളികൾക്ക് ശ്രീനിവാസൻ, എങ്ങനെയായിരുന്നോ മലയാളികൾക്ക് ഇന്നസെന്റ്, അതുപോലെ തന്നെയായിരുന്നു സലിംകുമാറും. കാരണം അവരുടെ വേദനകളിൽ അവരെ ചിരിപ്പിക്കാൻ സലിംകുമാർ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിലെല്ലാം അവരെ ഓർത്ത് ചിന്തിപ്പിക്കാൻ സലിംകുമാർ എന്ന നടനുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നുണഞ്ഞ് കണ്ണീരണിയിക്കാൻ സലിംകുമാർ എന്ന നടനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ആ ഒരു വ്യക്തി പ്രഭാവം നിറഞ്ഞു നിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ശൂന്യത, അതുണ്ടാക്കുന്ന വലിയൊരു വിടവ്, അത് നികത്താനാകാത്തത് തന്നെ എന്ന യാഥാർത്ഥ്യം മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കുന്നു സാംസ്കാരിക കേരളം.